അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. ദുആ നമ്മൾ മയ്യിത്ത് നിസ്കാര സമയത്തും അല്ലാതെയും ഖബറിലും എല്ലാം നമ്മൾ ദുആ ചെയ്യാറുണ്ട്. തുടർന്നും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അറ്റമില്ലാത്ത ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന ആളെ പോലെയാണ് മരിച്ചുപോയ ഖബറാളിയുടെ ജീവിതം. ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ദുആകളും സൽക്കർമ്മങ്ങളുമെല്ലാം അവരുടെ പേരിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുമെല്ലാം അവർക്കൊരു പിടിവള്ളി പോലെയാണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യുക. ജാരിയായ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അവർക്ക് ആ കാര്യം അതിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാരിയായ സ്വതക്ക അവരുടെ പേരിൽ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ഹദിയ ചെയ്യുക, ദിക്ർ ദുആകളൊക്കെ ചൊല്ലി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക. തീർച്ചയായും അവരുടെ പരലോക ജീവിതത്തിന് വേണ്ടി പരലോക ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അത് പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.